ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന പുലരിയിലേക്കാണ് ഇനി നമ്മുടെ മിഴികൾ തുറക്കേണ്ടത്. ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു സ്ത്രീയുണ്ട്. അവളുടെ മുമ്പിൽ മഗ്ദലക്കാരി മറിയെന്ന്. മഗ്ദലക്കാരി മറിയയ്ക്ക് പുനരുത്ഥാനത്തിൽ വലിയ പങ്കാളിത്തമാണ് ഉള്ളതെന്ന് സുവിശേഷങ്ങൾ വരച്ചു കാട്ടുന്നതായിട്ട് നമുക്കറിയാം. അവൾ ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ അവൾ നിന്നപ്പോൾ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, നീ ആരെയാണ് തിരയുന്നത്? ഉടനെ മഗ്ദലക്കാരി മറിയ പറയുകയാണ്, യജമാനെ, എൻ്റെ ഗുരുവിനെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ ഇഞ്ഞ് തരിക. ആരോ എടുത്തോണ്ട് പോയി എന്നുള്ള ഒരു അവകാശവാദത്തിലാണ് അവൾ. അവളുടെ അവകാശവാദം യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പലരുടെ അവകാശവാദമാണ്. എൻ്റെ ക്രിസ്തുവിനെ ആര് കൊണ്ടുപോയി? അത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുവാനുള്ള ഒരു സ്നേഹത്തിൻ്റെ പരിണാമമാണ് ഇവിടെ നടക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് കേവലം മരണത്തെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മരണാനന്തര ജീവിതം മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഒരു പരിണാമം ഇവിടെ നടക്കുകയാണ്. ഇനിയും ക്രിസ്തു എനിക്ക് വേണ്ടിയുള്ളയാൾ മാത്രമല്ല, ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ്. അത് എനിക്കും വേണം, നിനക്കും വേണം, എല്ലാവർക്കും വേണം. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു അതാണ്. ഇനി എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നവനാണ്. 12 ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമോ മഗ്ദലക്കാരി മറിയയ്ക്ക് വേണ്ടി മാത്രമോ ഒന്നുമല്ല. അതിൻ്റെ ഉത്തരം കിട്ടുന്ന ഇതാണ്. പറയുകയാണ്, മഗ്ദലക്കാരി മറിയെ കണ്ടിട്ട് അവസാനം അവൻ പറയുകയാണ്, മറിയെ, നീ എന്നെ തടയരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഇനി എന്നെ തടയരുത്. ഇനി എന്നെ തടയരുത് എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്നേഹങ്ങൾക്കപ്പുറം സ്നേഹത്തിൻ്റെ വലിയ പരിണാമത്തിൻ്റെ വിശാലതയിലേക്ക് ഇനി യാത്ര ചെയ്യണം. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്നേഹത്തിൻ്റെ വിശാലമായൊരു പരിണാമം ഇനി നടക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഉയർത്തെഴുന്നേറ്റൊരു ക്രിസ്തുവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് കേവലം മരണാനന്തര ജീവിതം മാത്രമല്ല, പുനരുത്ഥാനത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് അനുദിന പ്രത്യാശയുടെ പരിണാമങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു പ്രത്യാശയുടെ ഉത്സവമാണ് പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തിൻ്റെ നല്ല അനുഭവത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശപൂർവമായ ആശംസകൾ നേരുകയും ചെയ്യുന്നു.